നടൻ പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത എമ്പുരാൻ എന്ന ചലച്ചിത്രത്തിൽ ദേശീയ അന്വേഷണ ഏജൻസിയായ NIA ചിഹ്നം ദുരുപയോഗം ചെയ്തതായി പരാതി. ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർക്കെതിരെ NIA നിയമ നടപടി ആരംഭിച്ചു. ചിത്രത്തിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച നടൻ മോഹൻലാൽ ടെറിട്ടോറിയൽ ആർമിയുടെ ലഫ്റ്റനന്റ് കേണൽ പദവിയിലിരുന്ന് NIA അധിക്ഷേപിച്ചുവെന്ന് കാട്ടി പ്രതിരോധ മന്ത്രാലയത്തിന് NIA പരാതി നൽകി. എമ്പുരാൻ സിനിമയ്ക്കും സംവിധായകൻ പൃഥ്വിരാജിനുമെതിരെ വീണ്ടും രൂക്ഷ വിമർശനവുമായി RSS മുഖപത്രം ഓർഗനൈസർ. വിവാദങ്ങളിൽ നടൻ മോഹൻലാൽ ഖേദം പ്രകടിപ്പിച്ചത് എടുത്തു പറഞ്ഞുകൊണ്ടാണ് പൃഥ്വിരാജിനെതിരെ വിമർശനം ഘടിപ്പിച്ചത്. രാജ്യവിരുദ്ധരുടെ ശബ്ദമായി പലപ്പോഴും പൃഥ്വിരാജ് മാറിയെന്നും വിമർശനം. എമ്പുരാൻ റീ എഡിറ്റിംഗിനെതിരെ വിമർശനവുമായി മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ. തൃശൂർ ഭദ്രാസനാധിപൻ ഡോക്ടർ യുഹാനോൻ മാർ മിലിത്യാസ് മെത്രാപ്പൊലീത്ത. സമൂഹ മാധ്യമങ്ങളിലൂടെയായിരുന്നു വിമർശനം. ഗാന്ധിജിയെ വധിച്ചു, ഗുജറാത്തിൽ ആയിരങ്ങളെ കൊന്നു, ബാബറി മസ്ജിദ് തകർത്തു, ഇപ്പോൾ ഒരു സിനിമയെ കൊന്നു, കൊലപാതകങ്ങൾ തുടരുന്നു എന്നായിരുന്നു വിമർശനം. നരേന്ദ്രമോദി സർക്കാർ സ്തുതിയുമായി വീണ്ടും കോൺഗ്രസ് നേതാവ് ശശി തരൂർ MP. കോവിഡ് കാലത്തെ വാക്സിൻ നയതന്ത്രത്തിലാണ് പുതിയ വാഴ്ത്ത്. ദ വീക്ക് മാഗസിനിലെ ലേഖനത്തിലാണ് ഒന്നാം മോദി സർക്കാരിന്റെ വാക്സിൻ നയതന്ത്രത്തെ തരൂർ പുകഴ്ത്തിയത്. കോവിഡ് കാലത്ത് ഇന്ത്യ ലോകത്തെ ഒരു കുടുംബമായി കണ്ടു. ദരിദ്ര രാജ്യങ്ങളടക്കം 100-ലധികം രാജ്യങ്ങൾക്ക് സ്വന്തമായി നിർമ്മിച്ച കോവിഷീൽഡും കോവാക്സിനും നൽകിയെന്നും തരൂർ. മുടിമുറിച്ച് സമരം ഘടിപ്പിച്ച് ആശാമാർ. സെക്രട്ടേറിയറ്റിന് മുന്നിൽ മുടിമുറിച്ച് പ്രതിഷേധിച്ചു. രാപ്പകൽ സമരം 50-ാം ദിവസത്തിൽ പൂർത്തിയാകുമ്പോഴാണ് പ്രതിഷേധം അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങുന്നത്. അനിശ്ചിതകാല നിരാഹാരം 12 ദിവസം പിന്നിട്ടു. അവസാന ആശയും സമരവേദിയിൽ ഉണ്ടാകുന്നതുവരെ പ്രതിഷേധം തുടരുമെന്ന് ആശാപ്രവർത്തകർ. വേതന വർധന അടക്കം ആവശ്യപ്പെട്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാവർക്കർമാർ നടത്തിയ മുടിമുറിക്കൽ പ്രതിഷേധ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ആലപ്പുഴയിലും ആശാവർക്കർമാർ മുടിമുറിച്ച് പ്രതിഷേധിച്ചു. തലവടി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന് മുന്നിൽ 17 ആശാവർക്കർമാർ മുടിമുറിച്ചു. ആശമാരുടെ വിഷയത്തിൽ മൗനം തുടരുന്ന മുഖ്യമന്ത്രിയെ ഓർത്ത് കേരളം ലജ്ജിക്കുകയാണെന്ന് BJP നേതാവ് K. സുരേന്ദ്രൻ. കേന്ദ്രം സഹായം നൽകിയാൽ സംസ്ഥാന സർക്കാരും ആശമാർക്ക് സഹായം നൽകുമെന്ന് പറയുന്നത് മുടന്തൻ ന്യായമാണെന്നും K. സുരേന്ദ്രൻ. വഖഫ് ഭേദഗതി ബില്ലിലെ KCBC നിലപാടിനെ സ്വാഗതം ചെയ്ത് കേന്ദ്ര സർക്കാർ. പ്രീണന രാഷ്ട്രീയത്തിനായി ജനങ്ങളുടെ താൽപ്പര്യങ്ങൾ ഇല്ലാതാക്കരുതെന്നും കേരളത്തിലെ എല്ലാ MP-മാരും ബില്ലിനെ പിന്തുണയ്ക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും കേന്ദ്രമന്ത്രി കിരൺ റിജിജു. വഖഫിലെ ഭരണഘടനാ വിരുദ്ധ നിലപാടിനെതിരെയാണ് KCBC എന്ന് നിർമ്മല സീതാരാമൻ. ജനപ്രതിനിധികൾ മുനമ്പത്തെ ജനങ്ങളുടെ ന്യായമായ അവകാശങ്ങൾക്കായി വോട്ട് ചെയ്യണമെന്ന് KCBC കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. വഖഫ് നിയമ ഭേദഗതിയെ എതിർക്കണമെന്ന് ആഹ്വാനം ചെയ്ത് പാളയം ഇമാം ഡോക്ടർ VP സുഹൈബ് മൗലവി. വഖഫ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ധനമാണ്, ജാഗ്രതയോടെ കൈകാര്യം ചെയ്യണം. വിശ്വാസികളാണ് വഖഫ് സ്വത്തുക്കൾ കൈകാര്യം ചെയ്യേണ്ടത്. ബിൽ പാസ്സായാൽ വഖഫ് സ്വത്തുക്കൾ നഷ്ടമാകുന്നതിന് കാരണമാകുമെന്നും സുഹൈബ് മൗലവി. രാജ്യത്ത് നാളെ മുതൽ നികുതി ഘടനയിൽ നിർണായക മാറ്റങ്ങൾ. പ്രതിവർഷം 12 ലക്ഷം രൂപ വരെ വരുമാനമുള്ളവർ ആദായ നികുതി അടയ്ക്കേണ്ടതില്ല. ഏകീകൃത പെൻഷൻ പദ്ധതിയും നാളെ മുതൽ. ബാങ്ക് അക്കൗണ്ടിലെ മിനിമം ബാലൻസ് നയത്തിലും മാറ്റം വരും. കൊച്ചി ബ്രോഡ്വേയിലെ തുണി വ്യാപാര സ്ഥാപനത്തിൽ നിന്ന് 6,75 ലക്ഷം രൂപ പിടികൂടിയ സംഭവത്തിൽ GST നടപടി. 2023 മുതലുള്ള നികുതി വെട്ടിപ്പ് GST പിടികൂടി. തിരുവനന്തപുരത്ത് ട്രെയിൻ തട്ടി മരിച്ച IB ഉദ്യോഗസ്ഥ മേഘയുടെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണം പോലീസ് ഊർജിതമാക്കി. മേഘയുടെ അക്കൗണ്ടിൽ നിന്ന് സുഹൃത്തും IB ഉദ്യോഗസ്ഥനുമായ മലപ്പുറം സ്വദേശി സുഗാന്തിന്റെ അക്കൗണ്ടിലേക്ക് പണം മാറ്റിയതായി പോലീസ് സ്ഥിരീകരിച്ചു. ആരോപണ വിധേയനായ സുഗാന്ത് ഒളിവിലാണ്. റെക്കോർഡുകൾ തകർത്ത സ്വർണ്ണവില 67,000 കടന്നു. 520 രൂപയാണ് ഇന്ന് ഒറ്റയടിക്ക് വർദ്ധിച്ചത്. 1 പവൻ സ്വർണത്തിന്റെ വിപണി വില 67,400 രൂപയാണ്. കോഴിക്കോട് നാദാപുരത്ത് പെരുന്നാൾ ആഘോഷത്തിനിടെ കാറിൽ പടക്കം പൊട്ടിച്ച സംഭവത്തിൽ 2 പേർക്കെതിരെ കേസ്. ഇയ്യങ്കോട് സ്വദേശികളായ ഷഹറാസ്, റയീസ് എന്നിവർക്കെതിരെയാണ് നാദാപുരം പോലീസ് കേസെടുത്തത്. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ ക്ഷേത്രോത്സവത്തിൽ കലാപരിപാടി അവതരിപ്പിക്കാനെത്തിയ കുട്ടികളെ വേദിയിൽ നിന്ന് ഇറക്കിവിട്ട് ക്ഷേത്ര ഭരണ സമിതി ഭാരവാഹികൾ. പരിപാടി അവതരിപ്പിക്കാനെത്തിയ കുട്ടികളിൽ ഒരാളുടെ രക്ഷിതാവ് ഉത്സവ സംഭാവന നൽകാത്തതിനുള്ള പ്രതികാരമാണ് സംഭവത്തിന് പിന്നിൽ.
തിരുവനന്തപുരം കഴക്കൂട്ടത്ത് വീട്ടിൽ സൂക്ഷിച്ചിരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി യുവാവിനെ പിടികൂടി. വീട്ടിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്നുവെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധിച്ചത്. ചെങ്കോട്ടുകോണം ആനന്ദേശ്വരം എന്ന സ്ഥലത്ത് തൻസീർ എന്നയാളുടെ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങളാണ് കണ്ടെത്തിയത്. തൃശൂർ വടക്കാഞ്ചേരി എങ്കക്കാട് 55 വയസ്സുകാരൻ തീവണ്ടിക്ക് മുന്നിൽ ചാടി ജീവനൊടുക്കി. കരിമത്ര സ്വദേശി മണികണ്ഠനാണ് മരിച്ചത്. ഗേറ്റിന് സമീപം മറ്റുള്ളവരുമായി സംസാരിക്കുന്നതിനിടയിൽ ഇയാൾ ട്രെയിൻ അടുത്തെത്തിയതും എടുത്ത് ചാടുകയായിരുന്നു ട്രാക്കിലേക്ക്. വടക്കാഞ്ചേരി പോലീസ് അന്വേഷണം ആരംഭിച്ചു. തിരുവനന്തപുരം വർക്കലയിൽ ആൾക്കൂട്ടത്തിനിടയിലേക്ക് വാഹനം ഇടിച്ചു കയറിയ അമ്മയും മകളും മരിച്ചു. പേരേറ്റിൽ സ്വദേശികളായ രോഹിണി, മകൾ അഖില എന്നിവരാണ് മരിച്ചത്. ഉത്സവം കണ്ടു മടങ്ങുന്നതിനിടയിൽ നിയന്ത്രണം വിട്ട റിക്കവറി വാൻ ആൾക്കൂട്ടത്തിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. തിരുവനന്തപുരം ആറ്റിങ്ങലിൽ നിയന്ത്രണം വിട്ട ബൈക്ക് തൂണിലിടിച്ച യുവാവ് മരിച്ചു. മരിച്ചത് പൊയ്കമുക്ക് സ്വദേശി വിവേക്. ആറ്റിങ്ങലിൽ നിന്ന് പൊയ്കമുക്ക് ഭാഗത്തേക്ക് പോകുന്നതിനിടെയായിരുന്നു അപകടം. കൊല്ലം ചാത്തന്നൂരിൽ ഭിന്നശേഷിക്കാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ 56-കാരൻ അറസ്റ്റിൽ. കുടുക്കറപ്പണ സ്വദേശി യശോധരനാണ് അറസ്റ്റിലായത്. വീട്ടിൽ ആരുമില്ലാത്ത സമയത്ത് പ്രതി കുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നുവെന്ന് പോലീസ്. നിലവിളി കേട്ടെത്തിയ നാട്ടുകാരാണ് പ്രതിയെ പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കാസർകോട്ട് മലബാർ എക്സ്പ്രസിൽ പെൺസുഹൃത്തിനെ മോശമായി നോക്കിയത് ചോദ്യം ചെയ്ത യുവാവിനെ മർദ്ദിച്ച് ട്രെയിനിന് നേരെ കല്ലെറിഞ്ഞ പ്രതി പിടിയിൽ. തെക്കിൽ മയിലാട്ടി സ്വദേശി എസ് അനിൽകുമാറാണ് റെയിൽവേ പോലീസിന്റെ പിടിയിലായത്. ഇടുക്കി മൂന്നാർ GH റോഡിൽ ഇരുവിഭാഗങ്ങൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ 2 യുവാക്കൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. സംഘർഷം നിയന്ത്രിക്കാനെത്തിയ ട്രാഫിക് പോലീസ് ഉദ്യോഗസ്ഥന് നേരെയും ആക്രമണമുണ്ടായി. 5 യുവാക്കളെ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്തു. തൃശൂർ തലോരിൽ മൊബൈൽ ഫോണുകൾ വിൽക്കുന്ന കടയിൽ വൻ കവർച്ച. 30 ലക്ഷം രൂപയുടെ സ്മാർട്ട് ഫോണുകളും ലാപ്ടോപ്പും ടാബുകളും മേശയിൽ സൂക്ഷിച്ച പണവും മോഷ്ടിച്ചു. മോഷണത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. തൃശൂർ പുത്തൂരിൽ വീട്ടിൽ നിന്ന് സ്പിരിറ്റ് പിടിച്ചെടുത്തതിന് പിന്നാലെ ജീപ്പ് ഡ്രൈവർ ജീവനൊടുക്കി. പുത്തൂർ കൈനൂർ സ്വദേശി ജോഷിയാണ് മരിച്ചത്. വീട്ടിലെ കുളിമുറിയിൽ സൂക്ഷിച്ച 35 ലിറ്ററോളം സ്പിരിറ്റ് പോലീസ് പിടികൂടിയിരുന്നു. കർണാടകയിൽ പാൽ വില കുത്തനെ കൂട്ടി. മിൽക്ക് ഫെഡറേഷൻ ഉൽപ്പാദിപ്പിക്കുന്ന നന്ദിനി പാലിന്റെ വിലയാണ് ലിറ്ററിന് 4 രൂപയായി കൂട്ടിയത്. രാജ്യത്തെ 2ാമത്തെ ക്ഷീരോത്പാദക സംസ്ഥാനമായ കർണാടക കേരളത്തിലേക്കടക്കം പാൽ കയറ്റുമതി ചെയ്താണ് വരുമാനം കണ്ടെത്തുന്നത്. കേരളത്തിൽ പാലിന് വില കൂട്ടില്ല എന്ന് മിൽമ ചെയർമാൻ അറിയിച്ചു. ഇൻഡിഗോ വിമാന കമ്പനിക്ക് 944 കോടി രൂപ പിഴ ചുമത്തി ആദായ നികുതി വകുപ്പ്. 2021-2022 സാമ്പത്തിക വർഷത്തെ പ്രവർത്തനങ്ങൾക്കായാണ് പിഴ ചുമത്തിയത്. എന്നാൽ ആദായ നികുതി വകുപ്പിന്റെ ഉത്തരവ് അംഗീകരിക്കാതെ ഇൻഡിഗോ മുന്നോട്ട് പോവുകയാണ്. വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായ പിശകാണ് നോട്ടീസ് അയക്കാൻ കാരണമെന്നാണ് കമ്പനിയുടെ വിശദീകരണം. ഇൻഡിഗോയുടെ മാതൃകമ്പനിയായ ഇന്റർ ഗ്ലോബ് ഏവിയേഷനാണ് പിഴ ഈടാക്കുമെന്ന ഉത്തരവ് ലഭിച്ചിരിക്കുന്നത്. സ്ത്രീയെ കന്യകാത്വ പരിശോധനയ്ക്ക് വിധേയയാക്കാൻ നിർബന്ധിക്കരുത് എന്ന് ഛത്തീസ്ഗഡ് ഹൈക്കോടതി. കന്യകാത്വ പരിശോധനയ്ക്ക് നിർബന്ധിക്കുന്നത് മൗലികാവകാശ ലംഘനമാണെന്നും ഹൈക്കോടതി. ഭാര്യയ്ക്ക് മറ്റൊരു പുരുഷനുമായി ബന്ധമുണ്ട് എന്നാരോപിച്ച് കന്യകാത്വ പരിശോധന നടത്തണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജിയിലാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം. ഛത്തീസ്ഗഡിൽ സുരക്ഷാസേനയും മാവോയിസ്റ്റുകളും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ ഒരു മാവോയിസ്റ്റിനെ സുരക്ഷാസേന വധിച്ചു. സർക്കാർ തലയ്ക്ക് 25 ലക്ഷം രൂപ ഇനാം പ്രഖ്യാപിച്ച മാവോയിസ്റ്റ് രേണുകയാണ് കൊല്ലപ്പെട്ടത്. ബസ്തർ മേഖലയിലെ ബിജാപൂർ, ദന്തേവാദ ജില്ലകളുടെ അതിർത്തിയിലാണ് ഏറ്റുമുട്ടലുണ്ടായത്. മ്യാൻമർ ഭൂചലനത്തിൽ മരിച്ചവരുടെ എണ്ണം 1700ആയി. 3500ഓളം പേർക്ക് പരിക്കേറ്റു. റോഡുകളും പാലങ്ങളും തകർന്നത് ഇപ്പോഴും രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയാവുകയാണ്. രക്ഷാപ്രവർത്തനത്തിനിടെ തുടർചലനങ്ങൾ ഉണ്ടായി എന്ന് റിപ്പോർട്ടുകളുണ്ട്. സഹായവുമായി ഇന്ത്യൻ നാവികസേനയുടെ കപ്പലുകളായ INS കർമുഖും LCU 52ഉം മ്യാൻമറിലെ യാങ്കോണിലേക്ക് യാത്ര പുറപ്പെട്ടു. വിദേശകാര്യമന്ത്രി S ജയശങ്കറാണ് ഇക്കാര്യം അറിയിച്ചത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് മുന്നറിയിപ്പുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. യുക്രൈനുമായുള്ള വെടിനിർത്തലിൽ ആഴ്ചകളായിട്ടും പുരോഗതിയില്ലാത്തതിൽ ട്രംപ് അതൃപ്തി പ്രകടിപ്പിച്ചു. ആഴ്ചകളായി തുടരുന്ന ശ്രമങ്ങൾ എങ്ങും എത്താത്തതിൽ ട്രംപ് റഷ്യയെ കുറ്റപ്പെടുത്തി. റഷ്യ വെടിനിർത്തലിന് സമ്മതിച്ചില്ല എങ്കിൽ റഷ്യൻ എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് 50% തീരുവ ചുമത്തുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകി.
മൂന്നാം തവണയും അമേരിക്കൻ പ്രസിഡന്റാകുമെന്ന ഡൊണാൾഡ് ട്രംപിന്റെ പ്രതീക്ഷയും അവകാശവാദവും. ടെലിവിഷൻ അഭിമുഖത്തിലാണ് ട്രംപ് ഈ കാര്യം വ്യക്തമാക്കിയത്. 2029 രണ്ടാം കാലാവധി അവസാനിച്ചാൽ മൂന്നാമതും പ്രസിഡന്റായി തുടരുന്നതിനെതിരെയുള്ള ഭരണഘടനാ തടസ്സം നീക്കാനുള്ള മാർഗം തേടുമെന്നും ട്രംപ്. ഇനി പ്രാദേശിക സ്വഭാവമുള്ള കേരളത്തിലെ ചില വാർത്തകളിലേക്ക്. തിരുവനന്തപുരം നെടുമങ്ങാട് ലഹരി വിരുദ്ധ ബോധവൽക്കരണ വാക്കത്തോൺ സംഘടിപ്പിച്ചു. എക്സൈസ് സർക്കിൾ ഓഫീസും KVSM ഗവൺമെന്റ് കോളേജിലെ NSS യൂണിറ്റും ചേർന്നാണ് സംഘടിപ്പിച്ചത്. കോട്ടയം വേമ്പനാട്ട് കായലിൽ 7 കിലോമീറ്റർ നീന്തിക്കടന്ന് 5 വയസ്സുകാരി. വൈക്കം ഗവൺമെന്റ് LP സ്കൂളിലെ LKG വിദ്യാർത്ഥി പാർവതിയാണ് 7 കിലോമീറ്റർ നീന്തിക്കടന്നത്. കൊല്ലം ഉമേനല്ലൂർ ക്ഷേത്രത്തിൽ ആനവാൽപിടി എന്ന സവിശേഷ ചടങ്ങ് നടന്നു. വിദേശികളും സ്വദേശികളും അടക്കം ആയിരങ്ങളാണ് വാൽപിടി എന്ന ചടങ്ങ് കാണാനെത്തിയത്. ഉമേനല്ലൂർ ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ചാണ് ചരിത്രപ്രസിദ്ധമായ ആനവാൽപിടി നടത്തുന്നത്. ആനവാൽപിടിക്ക് ശേഷം മഹാപ്രസാദ ഊട്ടും നടന്നു. തൃശൂർ വെങ്കിടങ്ങിൽ ഖത്തർ KMCC മണലൂർ നിയോജക മണ്ഡലം റിലീഫ് ഫണ്ട് വെങ്കിടങ്ങ് പഞ്ചായത്തിൽ വിതരണം ചെയ്തു. 1 ലക്ഷം രൂപയുടെ സഹായമാണ് ഖത്തർ KMCC മുസ്ലിം ലീഗ് വെങ്കിടങ്ങ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ സഹകരണത്തോടെ വിതരണം ചെയ്തത്. തിരുവനന്തപുരം വെമ്പായം അബുദാബി KMCC നെടുമങ്ങാട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കന്യാകുളങ്ങര സ്വദേശിക്ക് കുടിവെള്ള കിണർ നിർമ്മാണ സഹായം നൽകി. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗം അഡ്വക്കേറ്റ് കണിയാപുരം ഹലീം സഹായം നൽകി ഉദ്ഘാടനം നിർവഹിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയന്റെ 33ാമത് ഇടുക്കി ജില്ലാ സമ്മേളനം അടിമാലിയിൽ നടന്നു. അഡ്വക്കേറ്റ് A. രാജ MLA പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പ്രതിനിധി സമ്മേളനം സംഘടനാ ജനറൽ സെക്രട്ടറി R. രഘുനാഥൻ നായർ ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ തലവടി പഞ്ചായത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ തൊഴിലുറപ്പ് വേതനം വർദ്ധിപ്പിച്ചതിൽ കേന്ദ്ര സർക്കാരിനും പ്രധാനമന്ത്രിക്കും അഭിനന്ദന കത്ത് അയച്ചു. തലവടി പഞ്ചായത്തിലെ 11ാം വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികളാണ് പ്രധാനമന്ത്രിക്ക് പോസ്റ്റ് കാർഡ് അയച്ചത്. ചെങ്ങന്നൂർ പേരിശ്ശേരി സെന്റ് മേരീസ് ഓർത്തഡോക്സ് വലിയ പള്ളിയിൽ ശ്രാദ്ധ പെരുന്നാളിന് തുടക്കമായി. കൊടിയേറ്റ് ഫാദർ കോരിച്ചെറിയാൻ, ഫാദർ രഞ്ജൻ T. ജോൺ എന്നിവരുടെ മുഖ്യ കാർമ്മികത്തിൽ നടന്നു. 4, 5 തീയതികളിലാണ് പ്രധാന പെരുന്നാൾ. തിരുവനന്തപുരം പൂവത്തൂരിൽ മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായി ശുചീകരണം നടത്തി. CPIM പൂവത്തൂർ ലോക്കൽ കമ്മിറ്റി നേതൃത്വത്തിൽ നടന്ന പരിസര ശുചീകരണം ഏരിയ കമ്മിറ്റി അംഗം SS ബിജു ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി മാങ്കുളം ഗ്രാമപഞ്ചായത്തിന്റെ നവീകരിച്ച ഫ്രണ്ട് ഓഫീസിന്റെ ഉദ്ഘാടനവും മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായുള്ള തദ്ദേശ സ്ഥാപനതല ശുചിത്വ പ്രഖ്യാപനവും അഡ്വക്കേറ്റ് A. രാജ MLA നിർവഹിച്ചു. തൃശൂരിൽ CPIM മണലൂർ ലോക്കൽ കമ്മിറ്റി മയക്കുമരുന്നിനും ലഹരി വ്യാപനത്തിനുമെതിരെ ജനജാഗ്രതാ സദസ്സ് സംഘടിപ്പിച്ചു. ഏരിയ കമ്മിറ്റി അംഗം AV ശ്രീവത്സൻ ഉദ്ഘാടനം നിർവഹിച്ചു. കൊല്ലം അഷ്ടമുടിക്കായലിന്റെ പുനരുജ്ജീവനത്തിന്റെ ഭാഗമായി 2ാം ഘട്ട കണ്ടൽ വനവൽക്കരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. മേയർ ഹണി ബെഞ്ചമിൻ കടലിന്റെ അതിവേഗ വാർത്തകൾ തുടരുന്നു. പ്രാദേശിക സ്വഭാവമുള്ള ചില വാർത്തകളാണ് ഇനി നമ്മൾ നൽകുന്നത്. തൃശ്ശൂരിൽ ക്ഷീരകർഷക ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോഓപ്പറേറ്റീവ് മാനേജ്മെന്റ് കണ്ണൂരും മാന്നാമംഗലം ക്ഷീരോത്പാദക സഹകരണ സംഘവും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. സംഘം പ്രസിഡന്റ് ജോർജ് പന്തപ്പള്ളി ഉദ്ഘാടനം നിർവഹിച്ചു. കോട്ടയം ചങ്ങനാശ്ശേരി നഗരത്തെ ശുചിത്വ നഗരമായി ചെയർപേഴ്സൺ കൃഷ്ണകുമാരി രാജശേഖരൻ പ്രഖ്യാപിച്ചു. സമ്പൂർണ്ണ ശുചിത്വ പ്രഖ്യാപന വിളംബര റാലിയും സംഘടിപ്പിച്ചു. യോഗത്തിൽ നഗരസഭാ വൈസ് ചെയർമാൻ മാത്യൂസ് ജോർജ് അധ്യക്ഷത വഹിച്ചു. കോട്ടയം ചങ്ങനാശ്ശേരി ഫൊറോന കൗൺസിൽ ജൂബിലി വർഷ നേതൃസമ്മേളനം നടത്തി. കാലഘട്ടത്തിന്റെ വെല്ലുവിളികൾ മനസ്സിലാക്കി പ്രവർത്തിക്കണമെന്നും ലഹരിക്കെതിരെ ജാഗ്രതയോടെ പ്രവർത്തിക്കണമെന്നും അതിരൂപത വികാരി ജനറൽ മോൺ ആന്റണി ഏത്തക്കാട്. കോട്ടയം ചങ്ങനാശ്ശേരിയിൽ ആദ്യകാല സോഷ്യലിസ്റ്റ് തോമസ് ജേക്കബിന്റെ 15ാം ചരമവാർഷിക ദിനത്തിൽ രാഷ്ട്രീയ ജനതാദൾ ചങ്ങനാശ്ശേരിയിൽ അനുസ്മരണ സമ്മേളനം നടത്തി. RJD സംസ്ഥാന സെക്രട്ടറി ജനറൽ ഡോക്ടർ വർഗീസ് ജോർജ് ഉദ്ഘാടനം ചെയ്തു. ദേശീയ രാഷ്ട്രീയത്തിൽ സോഷ്യലിസ്റ്റ് ചിന്തകളുടെ പ്രസക്തി എന്ന സെമിനാറും നടത്തി. തൃശൂർ ഒല്ലൂർ പടരാട് ഇടവക കത്തോലിക്ക കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ ലഹരിവിരുദ്ധ പ്രതിജ്ഞയും സമുദായ ശാക്തീകരണ സെമിനാറും നടത്തി. കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ പ്രസിഡന്റ് പ്രൊഫസർ രാജീവ് കൊച്ചുപുരയ്ക്കൽ ഉദ്ഘാടനം നിർവഹിച്ചു. തൃശൂരിലെ തെക്കുംകര പഞ്ചായത്ത് മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിക്കുന്നതിന്റെ വിളംബര ജാഥയും പ്രഖ്യാപനവും നടന്നു.
കുന്നംകുളം MLA AC മൊയ്തീൻ ഉദ്ഘാടനം നിർവഹിച്ചു. തെക്കുംകര പഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ അധ്യക്ഷനായി. തൃശൂരിൽ പരിശുദ്ധ വ്യാകുല മാതാവിൻ ബസിലിക്കയുടെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഫാദർ തോമസ് കാക്കശ്ശേരി മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ഹെൽത്ത് കെയർ സൊസൈറ്റി പ്രസിഡന്റ് TK അന്തോണിക്കുട്ടി അധ്യക്ഷനായി. തിരുവനന്തപുരം നെടുമങ്ങാട് ലഹരിവിരുദ്ധ പ്രതിജ്ഞയെടുത്ത് ജോയിന്റ് കൗൺസിൽ നെടുമങ്ങാട് മേഖലാ കമ്മിറ്റി ജീവനക്കാർ. സിന്തറ്റിക് ലഹരി, സൈബർ കുറ്റകൃത്യങ്ങൾ എന്നിവയ്ക്കെതിരെ ഭരണകൂട നടപടികൾ ഉണ്ടാവേണ്ടതുണ്ട് എന്ന് ജോയിന്റ് കൗൺസിൽ ചെയർമാൻ KP ഗോപകുമാർ. നെടുമങ്ങാട് KSHB ഹാളിൽ സംഘടിപ്പിച്ച ലഹരിവിരുദ്ധ ബോധവൽക്കരണവും ഇഫ്താർ സംഗമവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മലപ്പുറം തിരുനാവായ മദ്രസ 10ാം ക്ലാസ് പൊതുപരീക്ഷയിൽ മുഴുവൻ മാർക്കും നേടിയ പല്ലാർ ചൂണ്ടിക്കൽ K ഫാത്തിമ ഷിഫയ്ക്ക് ആദരം. വടക്കേ പല്ലാർ E അലാമുദ്ദീൻ ഹയർ സെക്കൻഡറി മദ്രസയിൽ നിന്നാണ് 100% മാർക്ക് വാങ്ങി ഫാത്തിമ വിജയിച്ചത്. കണ്ണൂർ ആറളം ഫാമിലെ അടിക്കാടുകൾ വെട്ടിത്തെളിക്കാൻ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയിൽ നിന്ന് കൂടുതൽ പണം അനുവദിക്കണമെന്ന് നിരീക്ഷണ സമിതി. സണ്ണി ജോസഫ് MLAയുടെ അധ്യക്ഷതയിൽ ചേർന്ന ആറളം ഫാം നിരീക്ഷണ സമിതി യോഗത്തിലാണ് ആവശ്യം. തൃശൂർ കേരള ഖാദി ഗ്രാമ വ്യവസായ അസോസിയേഷന്റെ പുനരുദ്ധീകരിച്ച സ്ലൈവർ പ്ലാന്റ് ഉദ്ഘാടനം സുരേഷ് ഗോപി MP നിർവഹിച്ചു. സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ലക്ഷ്മി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ധനസഹായത്തോടെയാണ് പ്ലാന്റ് പുനരാരംഭിച്ചത്. മലപ്പുറം വളാഞ്ചേരിയിൽ നഗരസഭയുടെ 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി SC വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പുകൾ നൽകി. കോട്ടയ്ക്കൽ നിയോജക മണ്ഡലം MLA ആബിദ് ഹുസൈൻ തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു. നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ അധ്യക്ഷനായിരുന്നു. മലപ്പുറം ഇരുമ്പിളിയം പഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വനിതകൾക്കുള്ള മട്ടുപ്പാവ് കൃഷി മൺചട്ടി വിതരണം ചെയ്തു. വിതരണോദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് PT ഷഹനാസ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VT അമീർ അധ്യക്ഷനായിരുന്നു. തിരുവനന്തപുരത്ത് കടൽ സംരക്ഷണത്തിനായും ലഹരിക്കെതിരെയും ഏകതാ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ പദയാത്ര നടത്തി. അഡ്വക്കേറ്റ് എറിക് സ്റ്റീഫന്റെ നേതൃത്വത്തിൽ നടത്തിയ പദയാത്ര തിരുവനന്തപുരം ലത്തീൻ അതിരൂപത സഹായമെത്രാൻ ഡോക്ടർ ക്രിസ്തുദാസ് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ മണലൂരിൽ കൊടകര കുഴൽപ്പണക്കേസിൽ BJPയെ ഒഴിവാക്കിയ EDയുടെ നിലപാടിനെതിരെ പ്രതിഷേധ റാലിയും പൊതുയോഗവും സംഘടിപ്പിച്ചു. CPIM മണലൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ യോഗം ജില്ലാ കമ്മിറ്റി അംഗം AS കുട്ടി ഉദ്ഘാടനം ചെയ്തു. ശുചിത്വ ബോധവൽക്കരണത്തിനായി ചിത്രങ്ങൾ ഒരുക്കിയ ഒരു കലാകാരൻ. തൃശൂർ മച്ചാട് സ്വദേശി ഷാജു കുറ്റിക്കാടനാണ് പെയിന്റിങ്ങുകൾ തീർത്തത്. ശുചിത്വ സുന്ദര മച്ചാട് എന്ന പദ്ധതിയുടെ ഭാഗമായാണ് ചിത്രങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ആലപ്പുഴ ചെങ്ങന്നൂരിൽ സെന്റ് തോമസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ദ്വിദിന സൈബർ സുരക്ഷാ ശില്പശാല നടത്തി. കേന്ദ്ര സർക്കാരിന്റെ ഇലക്ട്രോണിക് വിവര സാങ്കേതിക വിദ്യാ മന്ത്രാലയവും അമൃത സർവകലാശാലയും സംയുക്തമായാണ് ശില്പശാല സംഘടിപ്പിച്ചത്. തിരുവനന്തപുരം കാട്ടാക്കടയിലെ ഹോളോ ബ്രിക്സ് കമ്പനി തുരുമ്പെടുത്ത് നശിക്കുന്നതിൽ റീത്ത് സ്ഥാപിച്ച് പ്രതിഷേധിച്ചു. പൂവച്ചൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കട്ടക്കോട് തങ്കച്ചൻ ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ കുട്ടനാട്ടിൽ നെല്ല് സംഭരണ പ്രതിസന്ധിക്കെതിരെ പ്രതിഷേധ സമരം നടത്തി. കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ സെക്രട്ടറി ടോമിച്ചൻ അയ്യർകുളങ്ങര ഉദ്ഘാടനം ചെയ്തു. പാടി മാർക്കറ്റിംഗ് ഉദ്യോഗസ്ഥരും മില്ലുടമകളും ഇപ്പോൾ നടത്തുന്ന അവിശുദ്ധ കൂട്ടുകെട്ട് അവസാനിപ്പിക്കാൻ സർക്കാർ പ്രവർത്തിക്കണമെന്നും അനാവശ്യ കിഴിവീടാക്കി കർഷകരുടെ ആത്മവീര്യം തകർക്കരുതെന്നും സമരത്തിൽ ആവശ്യമുയർന്നു. തിരുവനന്തപുരം നെടുമങ്ങാട് ലഹരിക്കെതിരെ ബോധവൽക്കരണം നടത്തി. ജോയിന്റ് കൗൺസിൽ നെടുമങ്ങാട് മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ പരിപാടി ജോയിന്റ് കൗൺസിൽ ചെയർമാൻ KP ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം ചങ്ങരകുളത്ത് ലഹരിക്കെതിരെ കാലോചിതമായ നിയമനിർമ്മാണം നടത്തി മുന്നേറാൻ സർക്കാർ സന്നദ്ധമാകണമെന്ന് പന്താവൂർ ഇർഷാദിൽ നടന്ന മാധ്യമപ്രവർത്തകരുടെ ടേബിൾ ടോക്കിൽ അഭിപ്രായമുയർന്നു. ലഹരിക്കെതിരെ നടന്നുവരുന്ന പ്രചാരണത്തിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. കേരള പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേഷ് എടപ്പാൾ ഉദ്ഘാടനം നിർവഹിച്ചു. തൃശൂർ പെരിങ്ങോട്ടുകരയിൽ ലഹരി ഉപയോഗത്തിനെതിരെ സന്ദേശയാത്ര നടത്തി. ഹൃദയത്തിലെന്നും എൻ്റെ ഗ്രാമം എന്ന പദ്ധതിയുടെ ഭാഗമായി നടത്തിയ യാത്ര വാർഡംഗം ആൻഡോ തൊറയൻ ഉദ്ഘാടനം ചെയ്തു.
തൃശൂർ കാഞ്ഞാണി അന്തിക്കാട് മൾട്ടി പർപ്പസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി നവീകരിച്ച ഹെഡ് ഓഫീസിൻ്റെ ഉദ്ഘാടനം ഏപ്രിൽ 1 അതായത് ഇന്ന് നടന്നു. തൃശൂർ മണലൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ലഹരിവിരുദ്ധ റാലിയും സദസ്സും സംഘടിപ്പിച്ചു. ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെയും LP സ്കൂളിൻ്റെയും നേതൃത്വത്തിൽ ആണ് സദസ്സും റാലിയും സംഘടിപ്പിച്ചത്. ജില്ലാ പഞ്ചായത്ത് അംഗം VN സുർജിത്ത് ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം വളാഞ്ചേരി പ്രസ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ ഇഫ്താർ സംഗമവും സ്നേഹവിരുന്നും സംഘടിപ്പിച്ചു. മുനിസിപ്പൽ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ ഉദ്ഘാടനം ചെയ്തു. പ്രസ് ക്ലബ് പ്രസിഡന്റ് MT അസീസ് അധ്യക്ഷനായിരുന്നു. തൃശൂർ പെരിങ്ങോട്ടുകരയിൽ കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ചയേകാൻ നേത്രദാന സമ്മതപത്രവുമായി കത്തോലിക്ക കോൺഗ്രസ്. മരണശേഷം നേത്രദാനം ചെയ്യുന്നതിനുള്ള സമ്മതപത്ര വിതരണോദ്ഘാടനം പുത്തൻപീടിക സെന്റ് ആന്റണീസ് പള്ളി കത്തോലിക്ക കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നടത്തി. കേരള ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ അങ്കമാലി എന്നിവയുടെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. ആലപ്പുഴ എടത്വ സെന്റ് അലോഷ്യസ് കോളേജിന് മികച്ച NSS യൂണിറ്റിനുള്ള മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ അവാർഡ്. മികച്ച പ്രോഗ്രാം ഓഫീസറായി മനോജ് സേവ്യർ, മികച്ച വോളണ്ടിയറായി S ഹരികൃഷ്ണൻ എന്നിവരെ തെരഞ്ഞെടുത്തു. സഹകരണ വകുപ്പ് മന്ത്രി VN വാസവൻ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. തൃശൂർ മണലൂരിൽ BJP മണ്ഡലം സമ്പൂർണ്ണ സമിതി യോഗം സംഘടിപ്പിച്ചു. കുടിവെള്ള സ്രോതസ്സുകളും കർഷകരുടെ കൃഷിയിടങ്ങളും സംരക്ഷിക്കണമെന്ന് പ്രമേയം അവതരിപ്പിച്ചു. തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് ഉദ്ഘാടനം നിർവഹിച്ചു. തൃശൂരിൽ ഭരണി അന്നദാന മഹായജ്ഞം സംഘടിപ്പിച്ചു. ഭരണി അന്നദാന യജ്ഞ സമിതിയുടെയും കൊടുങ്ങല്ലൂർ ശ്രീകുരുംബ ഭഗവതി ക്ഷേത്ര ഉപദേശക സമിതിയുടെയും ആഭിമുഖ്യത്തിൽ രാജരാജ കുഞ്ഞുണ്ണി രാജ ഭദ്രദീപം കൊളുത്തി. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K രവീന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. തിരുവനന്തപുരത്ത് 68ാമത് തെക്കൻ കുരിശുമല തീർത്ഥാടനത്തിന് കൊടിയേറി. 1ാം ഘട്ട തീർത്ഥാടനം ഏപ്രിൽ 6 സമാപിക്കും. 2ാം ഘട്ട തീർത്ഥാടനം ഏപ്രിൽ 17 ആരംഭിക്കും. ഏപ്രിൽ 19 2ാം ഘട്ട തീർത്ഥാടനത്തിന് കൊടിയിറങ്ങും. തൃശൂർ തിരുനെല്ലൂരിൽ റമദാൻ മാസത്തിലെ മുഴുവൻ നോമ്പുകളും എടുത്ത് 97 വയസ്സുകാരി. തിരുനെല്ലൂർ സ്വദേശി റുക്കയെയാണ് വാർദ്ധക്യത്തെ തോൽപ്പിച്ച് എല്ലാ വർഷവും മുഴുവൻ നോമ്പും എടുക്കാറുള്ളത്. തിരുവനന്തപുരം നെടുമങ്ങാട് മുൻ KPCC ആക്ടിംഗ് പ്രസിഡന്റും പാർലമെന്റ് അംഗവുമായിരുന്ന തലേക്കുന്നിൽ ബഷീറിന്റെ അനുസ്മൃതി സംഘടിപ്പിച്ചു. മുഴി ടിപ്പു കൾച്ചർ സൊസൈറ്റിയുടെയും ഗാന്ധിയൻ കർമ്മവേദിയുടെയും ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച അനുസ്മരണ സ്മൃതി DCC ജനറൽ സെക്രട്ടറി ആനാട് ജയചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് തൃത്താലയിൽ വനിതകൾക്കായി ജെൻഡർ റിസോഴ്സ് സെന്റർ തുറന്നു. മാലിന്യ സംസ്കരണത്തിനുള്ള ബോട്ടിൽ ബൂത്തുകളുടെയും ബിന്നുകളുടെയും സമർപ്പണവും നടന്നു. മന്ത്രി MP രാജേഷ് ഉദ്ഘാടനം നിർവഹിച്ചു. തൃശൂർ ഒല്ലൂക്കരയിൽ പാലക്കുഴികളും ശുചീകരിച്ചു. മാലിന്യമുക്ത കേരളം ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായിരുന്നു ശുചീകരണം. റെയിൽവേ ടിക്കറ്റ് കൗണ്ടർ വഴിയെടുക്കുന്ന ടിക്കറ്റുകൾ ഓൺലൈൻ വഴി റദ്ദാക്കാനുള്ള സൗകര്യമൊരുക്കി ഇന്ത്യൻ റെയിൽവേ. IRCTC വെബ്സൈറ്റിൽ ഇതിനുള്ള സൗകര്യമൊരുക്കിയിട്ടുണ്ടെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. ഓൺലൈൻ വഴി റദ്ദാക്കിയ ടിക്കറ്റിന്റെ പണം റിസർവേഷൻ കൗണ്ടറിലെത്തി വേണം തിരിച്ചു വാങ്ങാൻ. തൃശൂർ ജില്ലയിലെ അർദ്ധ സർക്കാർ സ്ഥാപനത്തിലേക്ക് ടീച്ചിംഗ് അസിസ്റ്റന്റ് ഓപ്പൺ വിഭാഗം തസ്തികയിൽ താൽക്കാലിക ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഒബ്സ്ട്രെറ്റിക് ആൻഡ് ഗൈനക്കോളജി ക്ലിനിക്കൽ മെഡിസിനിൽ 55% മാർക്കോടെ ബിരുദാനന്തര ബിരുദവും PhD നെറ്റ് തത്തുല്യ യോഗ്യതയുമുള്ളവർക്ക് അപേക്ഷിക്കാം. ഉദ്യോഗാർത്ഥികൾ ബന്ധപ്പെട്ട പ്രൊഫഷണൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം 2025 ഏപ്രിൽ 3 മുൻപായി ഹാജരാകണം. നാഷണൽ ക്യാപിറ്റൽ റീജിയൽ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ വിവിധ തസ്തികകളിലേക്കുള്ള ഓൺലൈൻ അപേക്ഷാ പ്രക്രിയ ആരംഭിച്ചു. 71 ഒഴിവുകളാണുള്ളത്. ഉദ്യോഗാർത്ഥികൾക്ക് NCRTCയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിച്ച് തസ്തികകളിലേക്ക് അപേക്ഷിക്കാം. ഏപ്രിൽ 24 അപേക്ഷ നൽകാനുള്ള അവസാന തീയതി. എമ്പുരാൻ സിനിമ പ്രദർശിപ്പിക്കുന്ന തടയുമെന്ന ഹനുമാൻ സേനാ സംഘടനയുടെ ഭീഷണി ചെറുക്കാൻ തിരുവനന്തപുരം കാട്ടാക്കടയിൽ DYFI പ്രവർത്തകർ കാളിദാസ് തിയേറ്ററിന് മുന്നിലെത്തി. ചരിത്രം വളച്ചൊടിക്കാനാണ് BJP സംഘപരിവാർ ശക്തികൾ ശ്രമിക്കുന്നതെന്ന് പ്രതിഷേധത്തിൽ പങ്കെടുത്ത DYFI നേതാക്കൾ.
ആസിഫ് അലിയെ നായകനാക്കി താമർ സംവിധാനം ചെയ്യുന്ന സർക്കീട്ട് എന്ന ചിത്രത്തിന്റെ റിലീസ് തീയതി പ്രഖ്യാപിച്ചു. മെയ് 8-ന് തിയേറ്ററുകളിൽ എത്തും. അടുത്തിടെ ത്രില്ലർ ചിത്രങ്ങളിലൂടെ വിജയങ്ങൾ സ്വന്തമാക്കിയ ആസിഫ് അലി സർക്കീട്ടിലൂടെ ഫീൽ ഗുഡ് ഫാമിലി ഡ്രാമയുമായാണ് എത്തുന്നത്. കാർത്തി പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന സർദാർ 2 എന്ന ചലച്ചിത്രത്തിൽ പുതിയ സംഗീത സംവിധായകൻ. നേരത്തെ യുവൻ ശങ്കർ രാജ സംഗീതമൊരുക്കുമെന്നായിരുന്നു പുറത്തുവന്ന വിവരം. ചിത്രത്തിൽ നിന്ന് യുവൻ പിന്മാറിയെന്നും പകരം സാം CS സംഗീതമൊരുക്കുമെന്നുമാണ് റിപ്പോർട്ട്. OTT പ്ലേ ആണ് വിവരം പുറത്തുവിട്ടത്. നമസ്കാരം.